പാവപ്പെട്ടൊരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് വീഡിയോ റീച്ച് നേടിയപ്പോൾ സന്തോഷമായിട്ടുണ്ടാവല്ലേ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടിക്ക്. ഒരാൾ ബസ്സിൽ നിന്നും വീഡിയോ ചെയ്ത് വൈറലായപ്പോഴേക്കും മറ്റു പലർക്കും തിടുക്കാണ് അതേപോലെ വീഡിയോ ചെയ്ത് വൈറലാവാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ വൈറലാവാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് തന്നെ വേണോ നിങ്ങളുടെ ഈ റീച്ച് നേടലുകളൊക്കെ? ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അയാളെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അയാളുടെ അടുത്തുനിന്നും മാറി നിൽക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് ആ ബസ്സിൽ. എന്നിട്ടും ആ പെൺകുട്ടി ഒരടി പോലും അയാളുടെ അടുത്തുനിന്നും മാറി നിന്നിട്ടില്ല. നിങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയെയും അയാൾ അതേപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്? നിങ്ങളുടെ കൺമുമ്പിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടും ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ കുടുംബവും അഭിമാനമൊക്കെ ആ മനുഷ്യനുണ്ടടാ. പെട്ടെന്നൊരു ദിവസം താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അതൊക്കെ നഷ്ടപ്പെട്ടാൽ മരിക്കുക എന്നല്ലാതെ മറ്റെന്ത് മാർഗമാണ് അയാളെ മുമ്പിലുള്ളത്? പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾ പ്രതികരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ചില വൃത്തികെട്ട പെൺകുട്ടികളുടെ ഇതേപോലുള്ള പ്രവൃത്തി കാരണം മറ്റു നല്ലവരായ സ്ത്രീകളോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ടു പോവുകയാണ്.